ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒരു സ്ഥാപനത്തിൽ അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അന്വേഷണം നടത്തുന്നതാണോ നല്ല സേഫ്റ്റി മാനേജ്മെന്റ്, അതോ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവ തടയുന്നതാണോ യഥാർത്ഥ സേഫ്റ്റി മാനേജ്മെന്റ്? തീർച്ചയായും പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ കറക്ഷൻ. അതാണ് ISO 45001 നമ്മളെ പഠിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ ആൽബിൻ പോൾ. ISO സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഓപ്പറേഷണൽ എക്സലൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വിഷയങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആദ്യം ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നത് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ചില ഞെട്ടിക്കുന്ന കണക്കുകൾ കണ്ടു. പിന്നീട് നമ്മൾ വിവിധ മേഖലകളിലെ ഒക്യുപ്പേഷണൽ ഹസാർഡ് കണ്ടു. ഓരോ ജോലി സ്ഥലത്തും വ്യത്യസ്തമായ ഹസാർഡ്സ് ഉണ്ട്, പക്ഷേ ലക്ഷ്യമൊന്നാണ്: എവരിവൺ ഗോസ് ഹോം സേഫ്ലി. അതിനുശേഷം ISO 45001 എന്താണ്, എന്തിനാണ് ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങൾ ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ ലഭിച്ചു. എന്നാൽ ഒരു ചോദ്യം: ISO 45000 എന്ന സ്റ്റാൻഡേർഡ് എടുത്താൽ അതിനുള്ളിൽ എന്തെല്ലാമാണ് ഉള്ളത്? അതിൽ എത്ര ക്ലോസ് ഉണ്ട്? ക്ലോസ് 4 എന്താണ്? ക്ലോസ് 5 എന്താണ്? ലീഡർഷിപ്പ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമായത്? വർക്കർ പാർട്ടിസിപ്പേഷൻ എന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? റിസ്ക് അസസ്മെന്റ് എവിടെയാണ് നടത്തുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഏത് ക്ലോസിലാണ്? കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് എങ്ങനെ നടപ്പിലാക്കാം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് മുഴുവനായി കാണണം. ഇന്നത്തെ വീഡിയോയിൽ ISO 45001ന്റെ സ്ട്രക്ചർ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാം. അതോടൊപ്പം PDCA പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എങ്ങനെ മുഴുവൻ സ്റ്റാൻഡേർഡിന്റെയും അടിത്തറയാകുന്നു എന്നതും യഥാർത്ഥ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇന്ന് ലോകമെമ്പാടും ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ISO 45001 ആണ്. എന്നാൽ ഈ സ്റ്റാൻഡേർഡ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, അതിനും ഒരു ചരിത്രമുണ്ട്. 2018 മുമ്പ് ലോകത്തിലെ നിരവധി സ്ഥാപനങ്ങൾ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാൻ OSAS 18001-2007 എന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. OSAS 80001 ഒരു ISO സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല. അത് വിവിധ ദേശീയ സ്റ്റാൻഡേർഡ് സ്ഥാപനങ്ങളും സർട്ടിഫിക്കേഷൻ സ്ഥാപനങ്ങളും ചേർന്ന് വികസിപ്പിച്ച ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതിനാൽ എല്ലാ രാജ്യങ്ങളിലും ഒരേ രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ISO സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ അതിന് സ്ഥാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ISO എന്താണ് ചെയ്തത്? ലോകമെമ്പാടും ഒരേ രീതിയിൽ സ്വീകരിക്കാനാവുന്ന എല്ലാ വ്യവസായങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ISO തിരിച്ചറിഞ്ഞു. അങ്ങനെ 2018 ISO 45001 പുറത്തിറക്കി. ഈ സ്റ്റാൻഡേർഡ് വന്നതോടെ OSAS 80001 ഔദ്യോഗികമായി മാറ്റപ്പെട്ടു. സ്റ്റാൻഡേർഡിന്റെ പേര് മാറിയതല്ല, അത് ഒരു പുതിയ ചിന്താഗതിയാണ്. മുൻപ് സുരക്ഷയെ അപകടം സംഭവിച്ച ശേഷം പരിഹരിക്കാനുള്ള ഒരു വിഷയമായി കണ്ടിരുന്നെങ്കിൽ ISO 45001 സുരക്ഷയെ അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞ് തടയാനുള്ള ഒരു പ്രൊആക്റ്റീവ് സമീപനമായി മാറ്റി. അതുകൊണ്ട് ഇന്ന് ലോകത്തിലെ പ്രമുഖ കമ്പനികൾ ISO 45001 സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സംശയം വരാം: ISO 45001 മാത്രം നടപ്പിലാക്കിയാൽ മതിയോ? അല്ല. കാരണം ഒരു സ്ഥാപനത്തിന് ഗുണനിലവാരവും വേണം, പരിസ്ഥിതി സംരക്ഷണവും വേണം, വിവര സുരക്ഷയും തൊഴിലാളികളുടെ സുരക്ഷയും വേണം. ഇവയെല്ലാം ഓരോ സിസ്റ്റമായി വേർതിരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അധികം ഡോക്യുമെന്റ്സുകൾ, അധിക മീറ്റിംഗുകൾ, അധിക ഓഡിറ്റുകൾ, സമയനഷ്ടം, ചെലവ് വർദ്ധിക്കും. ഇവിടെയാണ് ISO 45001ന്റെ ഏറ്റവും വലിയ ശക്തി. ISO 45001 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈ ലെവൽ സ്ട്രക്ചർ അഥവാ അനക്സ് SL എന്ന പൊതുവായ ഘടനയിലാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ISO 45001ന്റെ ക്ലോസുകളുടെ ഘടന മറ്റു പ്രധാന ISO സ്റ്റാൻഡേർഡുകളുമായി ഏകദേശം ഒരുപോലെയാണ്. ഉദാഹരണത്തിന് ISO 9001 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ISO 45001 എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ISO 27001 ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ISO 22000 ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഈ എല്ലാ സ്റ്റാൻഡേർഡുകൾക്കും ഒരേ അടിസ്ഥാന ഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാപനം ക്വാളിറ്റി, എൻവയോൺമെന്റൽ, സേഫ്റ്റി എന്നിവയെ 3 വ്യത്യസ്ത സിസ്റ്റങ്ങളായി കൈകാര്യം ചെയ്യാതെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് സിസ്റ്റമായി ഒന്നിച്ച് നടപ്പിലാക്കാൻ കഴിയും. ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു നിർമ്മാണ സ്ഥാപനത്തിൽ ഒരു പുതിയ മിഷൻ വാങ്ങി. ക്വാളിറ്റി ടീം ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നു. എൻവയോൺമെന്റൽ ടീം വൈദ്യുതി ഉപയോഗം, മലിനീകരണം എന്നിവ വിലയിരുത്തുന്നു. സേഫ്റ്റി ടീം അപകട സാധ്യതകളെ വിലയിരുത്തുന്നു.
3 ടീമുകളും 3 മീറ്റിംഗുകൾ നടത്തുന്നതിന് പകരം ഒരു ഒറ്റ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് എല്ലാം ഒരുമിച്ച് നിയന്ത്രിക്കാം. ഇതാണ് ISO ഹൈ ലെവൽ സ്ട്രക്ചർ നൽകുന്ന ഏറ്റവും വലിയ നേട്ടം. അടുത്തതായി നമുക്ക് ISO 45001ന്റെ ഘടന നോക്കാം. ഈ സ്റ്റാൻഡേർഡിൽ മൊത്തം 10 ക്ലോസുകളുണ്ട്. എന്നാൽ എല്ലാം നടപ്പിലാക്കേണ്ടുന്ന ആവശ്യകതയില്ല. ക്ലോസ് 1 മുതൽ ക്ലോസ് 3 വരെ സ്റ്റാൻഡേർഡിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. ക്ലോസ് 1 സ്കോപ്പ്, ക്ലോസ് 2 നോർമേറ്റീവ് റെഫറൻസ്, ക്ലോസ് 3 ടേംസ് ആൻഡ് ഡെഫിനിഷൻ. യഥാർത്ഥ ആവശ്യകതകൾ ആരംഭിക്കുന്നത് ക്ലോസ് 4 മുതൽ ആണ്. അതാണ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന പ്രധാന ഭാഗം. ഇനി ഓരോ ക്ലോസും ചുരുക്കത്തിൽ നോക്കാം. ക്ലോസ് 4 കോണ്ടെക്സ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ക്ലോസിൽ സ്ഥാപനം ആദ്യം സ്വയം മനസ്സിലാക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ബാഹ്യ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, ആർക്കെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ താല്പര്യമുണ്ട്, തൊഴിലാളികൾ, ഉപഭോക്താക്കൾ, സർക്കാർ, കോൺട്രാക്ടർമാർ, അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്. അതിനുശേഷം ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പരിധി നിർവചിക്കുന്നു. ക്ലോസ് 5 ലീഡർഷിപ്പ് ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേതൃത്വം ആണ്. സുരക്ഷ എന്നത് സേഫ്റ്റി ഓഫീസറിന്റെ മാത്രം ജോലിയല്ല. മാനേജ്മെന്റ് മുതൽ ഓരോ തൊഴിലാളികളും അതിൽ പങ്കാളികളാകണം. അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും മെച്ചപ്പെടുത്തലുകൾ നിർദ്ദേശിക്കാനും തൊഴിലാളികൾക്ക് അവസരം നൽകണം. ക്ലോസ് 6 പ്ലാനിംഗ്. ഈ ക്ലോസിൽ സ്ഥാപനം അപകട സാധ്യതകളെ തിരിച്ചറിയുന്നു, റിസ്ക് അസസ്മെന്റ് നടത്തുന്നു, അവസരങ്ങൾ കണ്ടെത്തുന്നു, ഒബ്ജക്റ്റീവ് നിർണ്ണയിക്കുന്നു, അവ നേടാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ക്ലോസ് 7 സപ്പോർട്ട്. ഒരു നല്ല സിസ്റ്റം നടപ്പിലാക്കാൻ ആവശ്യമായ റിസോഴ്സുകൾ ഒരുക്കണം, ട്രെയിനിങ് നൽകണം, അവയർനെസ് സൃഷ്ടിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കണം, ഡോക്യുമെന്റേഷൻ നിയന്ത്രിക്കണം. ക്ലോസ് 8 ഓപ്പറേഷൻ. ഇതാണ് പ്രവർത്തനങ്ങളുടെ ഹൃദയം. ഓപ്പറേഷണൽ കൺട്രോൾ നടപ്പിലാക്കുന്നു, കോൺട്രാക്ട് മാനേജ്മെന്റ്, എമർജൻസി പ്രിപ്പയർനെസ്, പെർമിറ്റ് ടു വർക്ക്, മെഷീൻ സേഫ്റ്റി, കെമിക്കൽ ഹാൻഡ്ലിംഗ് എല്ലാം ഈ ക്ലോസിന്റെ ഭാഗമാണ്. ക്ലോസ് 9 പെർഫോമൻസ് ഇവാലുവേഷൻ. ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഇൻസ്പെക്ഷൻ നടത്തണം, മോണിറ്ററിംഗ് നടത്തണം, ഇന്റേണൽ ഓഡിറ്റ് നടത്തണം, മാനേജ്മെന്റ് റിവ്യൂ നടത്തണം. ഇതാണ് ഈ ക്ലോസിന്റെ ലക്ഷ്യം. ക്ലോസ് 10 ഇംപ്രൂവ്മെന്റ്. ഒരു അപകടം സംഭവിച്ചാൽ അവിടെ കഥ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചത്, റൂട്ട് കോസ് എന്താണ്, വീണ്ടും സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻ എന്താണ്, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് എങ്ങനെ ഉറപ്പിലാക്കാം, ഇവയെല്ലാം ക്ലോസ് 10 കൈകാര്യം ചെയ്യുന്നു. ഇനി ഈ സ്റ്റാൻഡേർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമതായി ജോലിസ്ഥല അപകടങ്ങൾ, തൊഴിൽ സംബന്ധമായ രോഗങ്ങളും തടയുക. രണ്ടാമതായി സുരക്ഷിതമായ ജോലി സാഹചര്യം ഒരുക്കുക. മൂന്നാമതായി ഹസാർഡ്സ് തിരിച്ചറിയുക, റിസ്ക് അസസ്മെന്റ് നടത്തുക, ആവശ്യമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക, നിയമപരമായ എല്ലാ ആവശ്യകതകളും പാലിക്കുക, തൊഴിലാളികളുടെ ആത്മവിശ്വാസവും മനോവീര്യവും വർദ്ധിപ്പിക്കുക, ആബ്സെന്റിസംസ് കുറയ്ക്കുക, ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ മെച്ചപ്പെടുത്തുക, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, കോൺട്രാക്ടേഴ്സ്, റെഗുലേറ്ററി അതോറിറ്റീസ് എന്നിവരുടെ വിശ്വാസം നേടുക. ഇതാണ് ISO 45001ന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇനി ഒരു യഥാർത്ഥ സാഹചര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നിലത്ത് എണ്ണ ചോർന്നിരിക്കുന്നത് കാണുന്നു. ISO 45001 ഇല്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ അത് കണ്ടിട്ടും ശ്രദ്ധിക്കാതെ നടക്കും. ആരെങ്കിലും വന്ന് വൃത്തിയാക്കും എന്ന് കരുതും. അവസാനം ഒരാൾ വഴുതി വീഴും, പരിക്ക് സംഭവിക്കും, ജോലി തടസ്സപ്പെടും, ചികിത്സാ ചെലവ്, കോമ്പൻസേഷൻ, ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ISO 45001 നടപ്പിലാക്കിയ സ്ഥാപനമെന്ന് കരുതൂ. ആ തൊഴിലാളി ഉടനെ ഹസാർഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ആ പ്രദേശം ബാരിക്കേഡ് ചെയ്യുന്നു, വാർണിംഗ് സൈൻ സ്ഥാപിക്കുന്നു, സ്പിൽ ഉടനെ വൃത്തിയാക്കുന്നു, ചോർച്ചയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നു, റൂട്ട് കോസ് അനാലിസിസ് നടത്തുന്നു, കറക്റ്റീവ് ആക്ഷൻ നടപ്പിലാക്കുന്നു, ഭാവിയിൽ വീണ്ടും ചോർച്ച വരാതിരിക്കാൻ സ്ഥിര പരിഹാരം നടപ്പിലാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കൂ, അപകടം സംഭവിച്ചതിന് ശേഷം പ്രവർത്തിച്ചില്ല, അപകടം സംഭവിക്കാതിരിക്കാൻ മുൻകൂട്ടി പ്രവർത്തിച്ചു. അതാണ് പ്രൊആക്റ്റീവ് സേഫ്റ്റി മാനേജ്മെന്റ്. ISO 45001 ഉൾപ്പെടെ എല്ലാ ISO മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാൻഡേർഡും പ്രവർത്തിക്കുന്നത് ഒരു ലളിതമായ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. അത് PDCA സൈക്കിൾ ആണ്. P പ്ലാൻ. ആദ്യം അപകട സാധ്യത തിരിച്ചറിയുന്നു, റിസ്ക് അസസ്മെന്റ് നടത്തുന്നു, ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കുന്നു. D ഡു പദ്ധതികൾ നടപ്പിലാക്കുക, ട്രെയിനിങ് നൽകുക, ഓപ്പറേഷണൽ കൺട്രോൾ നടപ്പിലാക്കുക. C ചെക്ക് ഇൻസ്പെക്ഷൻ നടത്തുക, പെർഫോമൻസ് അളക്കുക, ഇന്റേണൽ ഓഡിറ്റ് നടത്തുക, മാനേജ്മെന്റ് റിവ്യൂ നടത്തുക. A ആക്ട് പ്രശ്നങ്ങൾ തിരുത്തുക, കറക്റ്റീവ് ആക്ഷൻസ് നടപ്പിലാക്കുക, റൂട്ട് കോസ് അനാലിസിസ് നടത്തുക, മാനേജ്മെന്റ് സിസ്റ്റം കൂടുതൽ മെച്ചപ്പെടുത്തുക. ഈ സൈക്കിൾ തുടർച്ചയായി ആവർത്തിക്കുമ്പോഴാണ് സുരക്ഷാ നിലവാരം വർഷം തോറും മെച്ചപ്പെടുന്നത്.
പ്രിയ സുഹൃത്തുക്കളെ, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നത് ഒരു സർട്ടിഫിക്കറ്റ് നേടാനുള്ള നടപടിക്രമം മാത്രമല്ല, അത് മനുഷ്യജീവൻ സുരക്ഷിതമാക്കുന്ന ഒരു സംസ്കാരമാണ്. ഒരു തൊഴിലാളി രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുമ്പോൾ വൈകുന്നേരം സുരക്ഷിതമായി കുടുംബത്തിലേക്ക് മടങ്ങി വരാൻ സഹായിക്കുന്ന ഈ സംവിധാനമാണ് ISO 45001. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യം മാത്രമാണ്. ലോകമെമ്പാടും ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജോലി സംബന്ധമായ അപകടങ്ങളിലും രോഗങ്ങളാലും ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായ പരിക്കുകൾ ഏറ്റുവാങ്ങുകയോ ചെയ്യുന്നുണ്ട്. അതിനാൽ ഓരോ അപകടവും തടയുന്നത് ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഓരോ ഹസാർഡ് തിരിച്ചറിയുന്നതും ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസരമാണ്. ഓരോ മെച്ചപ്പെടുത്തലുകളും നാളെ സുരക്ഷിതമായ ജോലി സ്ഥലം സൃഷ്ടിക്കാനുള്ള ഒരു നിക്ഷേപമാണ്. അടുത്ത വീഡിയോയിൽ ISO 45001 ക്ലോസ് 4 കോണ്ടെക്സ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ വളരെ വിശദമായ രീതിയിൽ പഠിക്കാൻ, സ്ഥാപനത്തിന്റെ ആഭ്യന്തരവും ബാഹ്യവുമായ വിഷയങ്ങൾ എങ്ങനെ തിരിച്ചറിയാം, ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും എങ്ങനെ മനസ്സിലാക്കാം, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സ്കോപ്പ് എങ്ങനെ നിർവചിക്കാം എന്നിവ പ്രായോഗിക ഉദാഹരണത്തോടെ വിശദീകരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ഷെയർ ചെയ്യൂ. ISO സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി മാനേജ്മെന്റ്, ഓപ്പറേഷണൽ എക്സലൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ്, HSE തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ പ്രൊഫഷണൽ ട്രെയിനിങ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സുരക്ഷിതരായിരിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.